എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തിക്കും നിങ്ങൾക്ക് തോന്നുന്നത് പോലെ തോന്നുന്നുണ്ടോ എന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ പൈലുകളായ 3 അഞ്ചുകളടങ്ങിയ സംഖ്യ തിരഞ്ഞെടുത്ത ഒരു റീഡിംഗ് ആദ്യം പറയാം. ആ വ്യക്തിക്കും നിങ്ങൾക്കും തോന്നുന്നത് പോലെ തോന്നാറുണ്ടോ? ആ വ്യക്തിക്ക് ചിന്തകൾ നിങ്ങളുടെ ചിന്തകൾ പോലെയാണോ, സമാനമാണോ എന്നതിനെക്കുറിച്ച് നോക്കാം. നിങ്ങളുടെ വ്യക്തി വളരെ ശാന്ത സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ്. പ്രകൃതിയോടും സഹജീവികളോടും എല്ലാത്തിനോടും ഒരു മൃദു സമീപനമാണ് ആ വ്യക്തി സ്വീകരിച്ചു പോരുന്നത്. ആ വ്യക്തിയുടെ ജീവിതത്തിലുടനീളം സൗമ്യ ഭാവന പിന്തുടർന്നു പോരുന്നൊരു വ്യക്തിയാണ്. മാത്രമല്ല നയതന്ത്രത ആ വ്യക്തിയുടെ ജീവിതത്തിലൊരു ചിഹ്നമാണ്. ആരോടും എതിർപ്പെട്ട് അല്ലെങ്കിൽ ആരോടും അന്യായമായി വഴക്കിടുന്ന സ്വഭാവ സവിശേഷത ആ വ്യക്തിക്കില്ല. എല്ലാം സൗമ്യതയോടെ തീർക്കണമെന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. മാത്രമല്ല ആ വ്യക്തി വളരെ പൂർണ്ണതയുള്ളൊരു വ്യക്തിയാണെന്ന് നമുക്ക് പറയാം. ആ വ്യക്തിയുടെ ജീവിത ചിലവുകൾ, കരിയർ, വ്യക്തിയുടെ തൊഴിൽ, ചിന്താധാര എന്നിവയെല്ലാം പൂർണ്ണതയുള്ളതാണ്. അല്ലാതെ അതായത് ആ വ്യക്തി ഒരു ജോലി ഏറ്റെടുക്കുകയാണെങ്കിൽ ആ ജോലി ഉത്തരവാദിത്തത്തോടെ പൂർവാധികം ഭംഗിയായിട്ട് നിർവഹിച്ച് പൂർത്തിയാക്കും. ആ വ്യക്തിക്ക് എപ്പോൾ വേണമെങ്കിലും ആവശ്യത്തിനുള്ള കൂടുതൽ ധനമൊന്നും സമ്പാദിക്കാനുള്ള സൗഭാഗ്യമൊന്നും ഇല്ലെങ്കിലും ആ വ്യക്തിയുടേതായ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്തു നൽകേണ്ടതായ കാര്യങ്ങളും കൃത്യതയോടെ നിർവഹിച്ച് പൂർത്തിയാക്കുന്ന ഒരു വ്യക്തിയാണ്. മാത്രമല്ല സാമാന്യം നല്ല രീതിയിലുള്ള സമ്പത്ത് ആ വ്യക്തിയുടെ ജീവിത കാലഘട്ടത്തിൽ ആ വ്യക്തിക്ക് സ്വായത്തമാക്കാനും സമാഹരിക്കാനും കഴിയും. വളരെ പോസിറ്റീവായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നൊരു വ്യക്തിയാണ്. എല്ലാ കാര്യത്തിലും പോസിറ്റീവായിട്ടുള്ളൊരു അപ്രോച്ചുണ്ട്. ഒന്നിലും നോ പറയാത്ത, അല്ലെങ്കിൽ ജീവിതത്തെ സൂക്ഷ്മമായി കണ്ട് അതിലെ നന്മ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാൻ കഴിവുള്ള ഒരു വ്യക്തി തന്നെയാണ്. ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്തുകൊണ്ട് വളരെ പോസിറ്റീവായിട്ട് കടന്നു പോകുന്നതിന് ആ വ്യക്തിക്ക് സാധിക്കും. ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളും പ്രതിസന്ധികളും അതിജീവിക്കേണ്ടി വന്നാലും അതിനെല്ലാം തന്മയത്വത്തോടെ നേരിടാനുള്ള ഒരു കഴിവ് ആ വ്യക്തിക്കുണ്ട്. നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ട്. കാരണം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലെ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിന് നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ ഇതിലെല്ലാം കഴിവുള്ളൊരു വ്യക്തിയാണ് ആ വ്യക്തി. നിങ്ങൾ ആ വ്യക്തിയിൽ കാണുന്നതും ആ ക്വാളിറ്റിയാണ്. നിങ്ങളെ കടിച്ചു കീറാത്ത, നിങ്ങളോട് ദേഷ്യപ്പെടാത്ത, നിങ്ങളോട് സമഭാവനയോടുകൂടി പെരുമാറുകയും നിങ്ങളുടെ ദുഃഖങ്ങൾ കണ്ട് മനസ്സിലാക്കി അവയ്ക്ക് എന്തൊക്കെ പരിഹാരങ്ങളുണ്ടോ അതെല്ലാം സൗമ്യമായി തന്നെ ചെയ്ത് നൽകുന്ന ഒരു വ്യക്തിയാണ്. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ആ വ്യക്തിയെ അപ്രോച്ച് ചെയ്യാം. നിങ്ങളെക്കാൾ എന്തൊക്കെ ആണെങ്കിലും പരിചയക്കുറവ് കൂടുതലും ലോകത്തെ കൃത്യമായി ധാരണയോടെ കാണുന്ന ഒരു വ്യക്തിയുമാണ് ആ വ്യക്തി. എല്ലാത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിലും നിങ്ങൾക്ക് തണലായി മാറാൻ ആ വ്യക്തിക്ക് കഴിയും. മാത്രമല്ല ഒന്നിനും മുട്ടില്ലാത്ത ഒരു ജീവിതഗതി ആ വ്യക്തിക്കുണ്ട്. എന്നിരുതി ഏറ്റവും മുൻനിരയിലുള്ള ഒരു വ്യക്തിയാവണമെന്നോ മുൻനിരയിലുള്ള ജീവിത സാഹചര്യമാണോന്നൊന്നുമല്ല. സാമാന്യം നല്ല രീതിയിലുള്ളൊരു ജീവിതഗതി ആ വ്യക്തിക്ക് തീർച്ചയായിട്ടും ലഭിക്കും. ആ വ്യക്തിയുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികളുണ്ടെങ്കിലും അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് ജീവിതത്തെ മുറുകെ പിടിച്ചുകൊണ്ട് പോകാൻ സാധിക്കും. നിങ്ങൾ ആ വ്യക്തിയിൽ കണ്ടതും ഒരുപക്ഷെ അങ്ങനെയായിരിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ആളുകൾ വന്നു പോയിട്ടുണ്ടാകാം. നിങ്ങൾ ജീവിതത്തിൽ ഒരുപാട് വ്യക്തികളെ കണ്ടിട്ടുണ്ടാകാം. അവയിൽ ചിലവരോട് നിങ്ങൾക്ക് ആകർഷണം തോന്നാം. ചിലരോട് നിങ്ങൾ കാഷ്വലായിട്ട് സംസാരിച്ചു പോകും. പ്രത്യേകിച്ച് നിങ്ങൾക്കൊന്നും തോന്നുന്നില്ല. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പറ്റുന്നതിന് അവർ ശ്രമിക്കുകയോ അല്ലെങ്കിൽ അവർ വരണമെന്ന് ആഗ്രഹിക്കണമെന്ന് ചെയ്യണമെന്നില്ല. അല്ലെങ്കിൽ നിങ്ങളറിയാതെ അതിൻ്റെ
കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ടാകാം. പക്ഷേ ഈ വ്യക്തിയെ നിങ്ങൾ കണ്ടപ്പോൾ, ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് കാണാനുള്ള സൗഭാഗ്യം കിട്ടിയപ്പോൾ അന്ന് മുതൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിലൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഇത് എനിക്ക് തികഞ്ഞ ഒരു വ്യക്തിയാണോ? ഈ വ്യക്തിയുടെ സ്വഭാവ സവിശേഷതകളും ജീവിതശൈലികളും എനിക്ക് ഒരു കെയറിങ് തരാൻ, അല്ലെങ്കിൽ എനിക്ക് കൈപിടിക്കാൻ, എനിക്ക് ഒരു സംരക്ഷണത്തിന്, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ടുന്ന ഒരാളായി നിങ്ങൾ കൺസിഡർ ചെയ്തിട്ടുണ്ടാകണം. കാരണം അത് അതിൻ്റെ ഒരു വിധിയാണ്. അത് അങ്ങനെ തന്നെയായിരിക്കും സംഭവിക്കുന്നത്. നിങ്ങളുടെ കണ്ണുകളിൽ ആ വ്യക്തിയെ കണ്ടതിന് ശേഷം ഒരു നിറവ് നിങ്ങൾക്ക് അനുഭവം ഉണ്ടാകുകയും ഹൃദയത്തിൽ നിങ്ങൾക്ക് ആ പോസിറ്റീവ് നിറവിൻ്റെ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരികയും ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ മനസ്സ് തന്നെ നിങ്ങളോട് ചോദിക്കാതെ ഒരുപക്ഷെ ആ വ്യക്തിയെ സ്വീകരിക്കാനായിട്ട് തയ്യാറായിട്ടുണ്ടായിരിക്കണം. അങ്ങനെ ഒരു നിറവ് കാണുന്നു. കണ്ണുകളിലൊരു പൂർണ്ണത നിങ്ങൾക്ക് തോന്നി. മറ്റൊരിടത്തും നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത, നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയാത്ത ഒരു പൂർണ്ണത നിങ്ങൾക്ക് ഈ വ്യക്തിയുടെ കാര്യത്തിലുണ്ടായി. അങ്ങനെ നിങ്ങൾ ആ പൂർണ്ണതയുമായി മുന്നോട്ട് പോയി. ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഒരു പൂർണ്ണത എന്ന് പറയുന്നത് ആ വ്യക്തിയെ മറ്റാർക്കും വിട്ടുകൊടുക്കുന്നതിനോ, നിങ്ങളെപ്പോലെ ആ വ്യക്തി മറ്റാരെയും സ്നേഹിക്കരുതെന്നോ നിങ്ങൾ ആഗ്രഹിക്കുന്നു. കാരണം നിങ്ങളുടെ ജീവിതത്തിലെ ഒരു അഗമമായ ആഗ്രഹം തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്ന് ഒരാൾ കടന്നു വരുന്നു, നിങ്ങളുടെ മനസ്സ് പറയുന്നു ആ വ്യക്തി ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, നിങ്ങളുടെ ഹൃദയം പറയുന്നു ആ വ്യക്തി വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി തന്നെയാണെന്ന് നിങ്ങളുടെ ഹൃദയം പറയുന്നു. അങ്ങനെ നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ശരീരവും ഒക്കെ ആ വ്യക്തിയെ അല്ലെങ്കിൽ അതിൻ്റെ എല്ലാ തലത്തിലും സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെ നിങ്ങളുടെ മനസ്സിലുള്ള ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ ഒരു ചിന്ത ഉണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം തന്നെ. നിങ്ങൾക്ക് തോന്നുന്നത് പോലെ ആ വ്യക്തിക്ക് മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ ചിന്തിക്കുന്ന പോലെ തന്നെയാണോ ആ വ്യക്തിയും ചിന്തിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഒരു ചോദ്യം. നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നത് പോലെ ആ വ്യക്തിക്കും നിങ്ങളോട് സ്നേഹമുണ്ടായിരിക്കും. നിങ്ങൾ ഏത് ആഴത്തിൽ ആ വ്യക്തിയെ സ്നേഹിക്കുന്നുവോ അതിനേക്കാൾ ആഴത്തിൽ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കും. കാരണം ആ വ്യക്തി പൂർണ്ണതയിൽ വിശ്വസിക്കുന്നൊരു വ്യക്തിയാണ്. നല്ലതും ചീത്തയും കൃത്യമായി വേർതിരിച്ച് അറിയാനുള്ള കൃത്യമായ കഴിവുള്ളൊരു വ്യക്തിയാണ്. ആ വ്യക്തിക്ക് നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളോടൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടായിരിക്കും. നിങ്ങളെയും അതുപോലെ സ്നേഹിക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുകയും ചെയ്യും. ആ വ്യക്തി തൻ്റെ പ്രവർത്തനങ്ങളിൽ പൂർണ്ണത പ്രാപിച്ചൊരു വ്യക്തിയാണ്. താൻ ഏറ്റെടുക്കുന്ന പ്രവൃത്തികൾ, ഏറ്റെടുക്കുന്ന ഉദ്യമങ്ങൾ, വാക്കുകൾ, കമ്മിറ്റ്മെൻറ്റുകൾ എല്ലാം കൃത്യമായി പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ആരോടും നേരത്തെ പറഞ്ഞതുപോലെ അലോസരങ്ങളില്ലാതെ സമഭാവനയോടെ, സൗമ്യഭാവനയോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. പ്രകൃതിയോടും മനുഷ്യത്വത്തോടും സഹജീവികളോടൊക്കെ ഒരുപാട് സ്നേഹവും കാരുണ്യവും കാണിക്കുന്നൊരു വ്യക്തിയാണ്. അതൊക്കെ തന്നെയാണ് ആ വ്യക്തിയിലേക്ക് ഒരുപക്ഷെ നിങ്ങളെ ആകർഷിച്ചതും. നിങ്ങളും അതേ പാറ്റേണിലുള്ളൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ആ വ്യക്തിക്കും നിങ്ങൾക്കും ഒരേ രീതിയിലുള്ള തോന്നലുകളുണ്ടാവും. നിങ്ങൾ എത്രത്തോളം ആ വ്യക്തിയെ സ്നേഹിക്കുന്നുവോ അതിൻ്റെ ഒപ്പം തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു പടി മുന്നിൽ ആ വ്യക്തി നിങ്ങളെ ഉൾക്കൊള്ളുകയും നിങ്ങളെ സ്നേഹിക്കുകയും ചെയ്യും. ഒരിക്കലും ആരുമായി വഴക്കടിക്കുന്നതിനോ വല്ലാതെ ഉള്ളൊരു വാക്ക് ആരോടെങ്കിലും ഉപയോഗിക്കുന്നതിനോ ഒന്നും ആ വ്യക്തി തയ്യാറാകാത്ത ഒരു വ്യക്തിയാണ്. എല്ലാ ദുഃഖങ്ങളും ഇപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു വേദനിപ്പിക്കുന്ന കാര്യമാണെങ്കിലും അതെല്ലാം ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചുകൊണ്ട് സഞ്ചരിക്കാനാണ് ആ വ്യക്തിക്ക് ഇഷ്ടം. നിങ്ങളുൾപ്പെടെ ആ വ്യക്തിയെ സ്നേഹിക്കുന്ന ആരെയും ഉപദ്രവിക്കുവാനോ ആരുമായൊരു കടുത്ത വാക്ക് പറയാനോ ആരെയും മനസ്സ് വേദനിപ്പിക്കാനോ ഒന്നും ആ വ്യക്തി ഇഷ്ടപ്പെടുന്നില്ല. വളരെ സൗമ്യമായ ജീവിതത്തെ കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും സംഘർഷരഹിതമായ സൗമ്യമായൊരു ജീവിതമാണ് ആ വ്യക്തി എപ്പോഴും ആഗ്രഹിക്കുന്നത്. നിങ്ങളിൽ നിന്നും അങ്ങനെയുള്ള പെരുമാറ്റങ്ങളാണ് ആ വ്യക്തി. നിങ്ങൾ ആ വ്യക്തി എങ്ങനെയാണെന്ന് ആഗ്രഹിക്കുന്നുവോ അതുപോലെ തന്നെ ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ നിങ്ങളോട് അനുഭാവവും പ്രകടിപ്പിക്കുന്നൊരു വ്യക്തി തന്നെയാണത്. നിങ്ങൾ ആ വ്യക്തിയെ ആഗ്രഹിക്കുമ്പോൾ അതിൻ്റെ ഒരു പടിയെങ്കിലും കൂടുതലായിട്ട് നിങ്ങളിലേക്ക് അടുക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു. നിങ്ങൾ ആ വ്യക്തിയിൽ കണ്ട ആ ഒരു
കുളിർമയും പൂർണ്ണതയും ഒരു സാറ്റിസ്ഫാക്ഷനും ഒരു സംതൃപ്തിയും ആ വ്യക്തി നിങ്ങളെക്കാൾ കൂടുതൽ ഒരു പടി നിങ്ങളിൽ കാണുന്നു. അടുത്ത പൈലിലേക്ക് നമുക്ക് പോകാം. 3 മൂന്നുകൾ അടങ്ങിയ പൈൽ, രണ്ടാമത്തെ പൈലാണ് നിങ്ങൾ കണ്ട് തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളെക്കുറിച്ചാണ് ഈ റീഡിങ് പറയുന്നത്. നിങ്ങളെപ്പോലെയല്ല നിങ്ങളുടെ വ്യക്തി. നിങ്ങൾ ചിന്തിക്കുന്നത് പോലെയല്ല നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കുന്നതിൽ നിന്നും വിഭിന്നമായി വ്യത്യസ്ത തലങ്ങളിലാണ് നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുന്നത്. നിങ്ങളുടെ മനസ്സിലുള്ളത് ഒളിപ്പിച്ചു വെക്കാനോ ഇഷ്ടം അല്ലാത്തവരോട് പറയാതിരിക്കാനോ അല്ലെങ്കിൽ ഇഷ്ടമുള്ളവരോട് തന്നെ അമിതമായി പറയാനോ ആഗ്രഹിക്കാത്ത സമയത്ത് നിങ്ങളുടെ വ്യക്തി എല്ലാവരോടും ഈ ലോകത്തോട് മുഴുവനും വെട്ടിത്തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ്. ഹൃദയത്തിലൊന്നും മറച്ചു വെക്കാൻ ആഗ്രഹിക്കാത്ത, തൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള മോഹങ്ങളായാലും ശരി, വെറുപ്പായാലും ശരി, സ്നേഹമാണെങ്കിലും ശരി, അതൊന്നും ഒരിക്കലും മറച്ചു വെക്കാതെ തൻ്റെ ഹൃദയത്തിൽ എന്ത് തോന്നുന്നോ അത് യഥാവിധി വിളിച്ചു പറയാനുള്ള ധൈര്യമുള്ള ഒരു വ്യക്തിയാണ്. ഒന്നിനോടും സമരസപ്പെടുവാനോ ഒന്നിനോടും വിധേയമാകാനോ വിധേയരാകാനോ ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല. പൂർണ്ണമായും സ്വതന്ത്ര ചിന്തയിൽ വിശ്വസിക്കുന്നൊരു വ്യക്തി. തൻ്റെ നിഗമനങ്ങൾ ലോകം അംഗീകരിച്ചാലും ശരി, ആ നിഗമനങ്ങൾ പരാജയപ്പെട്ടാലും ശരി, താൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളുകൾ അത് അംഗീകരിക്കുമോ ഇല്ലയോ എന്നുള്ള ആശങ്കയൊന്നുമില്ലാതെ അവ വെട്ടിത്തുറന്ന് പറയാൻ ധൈര്യമുള്ളൊരു വ്യക്തിയാണ്. തനിക്ക് താൻ ദൈവമെന്ന് പറയുന്നത് പോലെ ആ വ്യക്തിയെ സംബന്ധിച്ച് മനസാക്ഷിയാണ് ആ വ്യക്തിയുടെ എല്ലാം. ഈശ്വരചിന്തയും ആത്മീയതയും പലപ്പോഴും ആ വ്യക്തിക്ക് വിട്ടുപോകാറുണ്ട് മനസ്സിൽ നിന്ന്. അതിന് പ്രാർത്ഥിക്കുന്നതിനോ ഈശ്വരനിലേക്ക് അടുക്കുന്നതിനോ ഒന്നും സമയം കണ്ടെത്താതെ തൻ്റെ മനസാക്ഷിക്കനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നൊരു വ്യക്തി. തൻ്റെ മനസാക്ഷി പറയുന്ന സത്യത്തെയും നന്മയെയും നീതിയെയും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതിനിടയിൽ ആളുകൾക്ക് തോന്നുന്ന ഫീലിങ്സ്, ആളുകൾ എന്ത് തന്നെക്കുറിച്ച് വിചാരിക്കും എന്നിങ്ങനെയുള്ള ഒരു കോമൺ മാൻ, ഒരു സാധാരണക്കാരന് തോന്നുന്ന ഒരു ചിന്തയും ആ വ്യക്തിക്കില്ല. ഒരു ഫോർമാലിറ്റിയിലും വിശ്വസിക്കാത്ത, താൻ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രങ്ങൾ ഒരുപക്ഷെ ഒരു പരിധിവരെ മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കാനും, അല്ലെങ്കിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ കുറഞ്ഞ പക്ഷം അതല്ലാതെ മറ്റൊന്നിനെ ഉൾക്കൊള്ളാതിരിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവ സവിശേഷതക്കുടമ തന്നെയാണ് നിങ്ങളുടെ ഈ രണ്ടാമത്തെ പൈലുകാരുടെ വ്യക്തി. അവരുടെ ചിന്തകൾ ഒരിക്കലും നിങ്ങൾക്ക് ആനുപാതികമാണോന്നില്ല. നിങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് കരുതി അവർ ഒരു വസ്തുവിനെ ഇഷ്ടപ്പെടുകയോ വെറുക്കുകയോ സ്നേഹിക്കുകയോ ഒന്നുമില്ല. അവരുടെ നിഗമനങ്ങളും അവരുടെ ചിന്താധാരയുമാണ് അവർക്കെപ്പോഴും വലുത്. ഒന്നിനോടും നേരത്തെ പറഞ്ഞ പോലെ വിധേയനാകാനോ വിധേയയാകാനോ തയ്യാറല്ല. ഏതാണോ ശരിയെന്ന് താൻ വിശ്വസിക്കുന്നത് അതിലധിഷ്ഠിതമായി പ്രവർത്തിക്കുക, അതിനുവേണ്ടി നിലകൊള്ളുക, അതുമാത്രം ഹൃദയത്തിൽ സൂക്ഷിക്കുക. ഇത്തരത്തിലുള്ള ചിന്താഗതികളോടെയാണ് ആ വ്യക്തിയുടെ ജീവിതം. തനിക്ക് നിലനിൽപ്പിന് വേണ്ടി എന്തെങ്കിലും നുണ പറഞ്ഞാൽ എന്തെങ്കിലും കിട്ടുമോ എന്ന് കരുതി ഒന്നും പറയില്ല. തൻ്റെ നിലനിൽപ്പിന് വേണ്ടി, തനിക്ക് കുറച്ച് പണം കിട്ടാൻ വേണ്ടി ഇന്ന ആളെ സ്നേഹിക്കുക, ഇന്ന ആളെ വെറുക്കുക, ഇന്ന ആളോട് സ്നേഹം കൂടുതൽ കാണിക്കുക, ഇന്ന ആളോട് വെറുപ്പ് കൂടുതൽ കാണിക്കുക എന്നിത്യാദിയുള്ള ഒരു പ്രവർത്തനവും ഈ വ്യക്തിയിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട. ഇഷ്ടപ്പെടാത്തത് വർഷങ്ങളോളം സ്നേഹത്തിലിരിക്കുന്ന ആളോടും വെട്ടിത്തുറന്ന് പറയും. ബദ്ധശത്രു പോലും നന്മ ചെയ്താൽ അത് ശരിയാണെന്ന് ഒരു കൂസലുമില്ലാതെ ആ വ്യക്തിയോട്, ആ ശത്രുവിനോട് പോലും മുഖത്ത് നോക്കി പറയും. അപ്പോൾ ശത്രു പോലും ബദ്ധനായി പോവും. ആത്മമിത്രങ്ങളോട് പോലും അവരിഷ്ടപ്പെടാത്ത പ്രവൃത്തിയെ ചോദ്യം ചെയ്യും. എത്ര അടുത്ത ആളോടും നീതി നടപ്പിലാക്കാൻ മാത്രമേ പറയുള്ളൂ. രഹസ്യങ്ങളില്ല. തൻ്റെ മനസാക്ഷിക്ക് തോന്നുന്നത് എന്തും ഈ ലോകത്തോട് വിളിച്ചു പറയും. ഇനി ആ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞാൽ എനിക്ക് നാളെ എന്തെങ്കിലും നഷ്ടമുണ്ടോ, എൻ്റെ അവസരങ്ങൾ നഷ്ടപ്പെടുമോ എന്നിത്യാദി ചിന്തകളൊന്നുമില്ല. എല്ലാം തൻ്റെ മനസാക്ഷിക്കും സത്യത്തിനും അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. കളങ്കമുള്ള ഒരു പ്രവൃത്തിയും ചെയ്യില്ല, ആരെയും വഞ്ചിക്കില്ല, നേർവഴിയിലൂടെ അല്ലാതെ ഒരു നേട്ടവും നേടാൻ ശ്രമിക്കില്ല. പക്ഷേ ഈശ്വരനിലേക്ക് കൃത്യമായി പ്രാർത്ഥിക്കുവാനായിട്ട് പലപ്പോഴും മറക്കാറുണ്ട്. ഈശ്വര ചിന്ത തന്നെ പലപ്പോഴും ഉണ്ടാകാറില്ല. പക്ഷേ ഈശ്വരന്മാർ ഇവരെ കണ്ണും കാതും കൂർമ്മിച്ച് നോക്കുകയും അറിയുകയും കേൾക്കുകയും ഒക്കെ ചെയ്യും. കാരണം ഈശ്വരന്മാർക്ക് ഇവരെ വലിയ ഇഷ്ടമാണ്. കാരണം ഈശ്വരൻ്റെ പേരിൽ ആത്മവഞ്ചന അല്ലെങ്കിൽ ഈശ്വരൻ്റെ പേരിൽ വഞ്ചന നടത്താത്ത ആൾക്കാരാണ്.
ഈശ്വരൻ ഇല്ലാത്ത ദിക്കിൽ പോലും മനസാക്ഷിയെ ധ്യാനിച്ച് മനസാക്ഷിയുടെ നന്മയെ ഉൾക്കൊണ്ട് തിന്മ ചെയ്യാൻ മടിക്കുന്നവരാണ്, തിന്മ ചെയ്യാത്തവരാണ്. ആരും നോക്കാനില്ലെങ്കിലും ആരും നിയന്ത്രിക്കാനില്ലെങ്കിലും ജീവിതത്തിൻ്റെ കടിഞ്ഞാൺ നഷ്ടപ്പെടാതെ പോകുന്നവരാണ്. ഇവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നിങ്ങളോട് സംസാരിക്കണമെന്ന് നിങ്ങൾ കരുതരുത്. ഇവർ നിങ്ങളെ അങ്ങനെ വശീകരിക്കാനോ അനാവശ്യമായത് സംസാരിക്കാനോ നിങ്ങളിൽ നിന്ന് നേട്ടം കൊയ്യുവാനോ ഒന്നും ശ്രമിക്കില്ല. വളരെ സൗമ്യതയോടെ ജീവിച്ചു പോകും എന്നും നിങ്ങൾ കരുതണ്ട. ഇഷ്ടമില്ലാത്തത് എവിടെ കണ്ടാലും ചോദ്യം ചെയ്യും. സാമൂഹിക തിന്മകൾക്കെതിരെയും അധാർമികതകൾക്കെതിരെയും എപ്പോഴും ചോദ്യം ചെയ്യുന്ന ഒരു ജനഗതിയിൽ ഇവർ പെടും. ഒരു വിട്ടുവീഴ്ചയ്ക്കും തിന്മയുടെ കാര്യത്തിൽ ഇവർ നിൽക്കില്ല. ഇഷ്ടപ്പെടുന്ന ഇവരുടെ സ്നേഹം പിടിച്ചു പറ്റാൻ കഴിഞ്ഞാൽ അത് വലിയ വിജയമാണ്. ഒരിക്കലും നിങ്ങളെപ്പോലെ ആയിരിക്കില്ല ഇവർ വ്യത്യസ്തരാണ്. ഇവർ ജീവിതത്തിൽ ധാരാളം പണം മറ്റുള്ളവർക്ക് വേണ്ടി ചിലവഴിക്കുന്നവരാണ്. മറ്റുള്ളവർക്ക് വേണ്ടി ഇപ്പോൾ ഇവരുടെ അടുത്ത് സഹായങ്ങൾ ചോദിച്ച് ചെല്ലുന്നവർക്ക് വേണ്ടി നന്മ ചെയ്യാൻ ഇവർ തയ്യാറാകും. നിങ്ങൾക്ക് തോന്നുന്നത് പോലെ എല്ലായിരിക്കും ഇവർക്ക് തോന്നുക. അപ്പോൾ നിങ്ങൾ ഇവരെ സ്നേഹിക്കുകയാണെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്നത് പോലെ ആയിരിക്കില്ല ഇവർ നിങ്ങളെ സ്നേഹിക്കുന്നത്. ഇവരുടെ സ്നേഹത്തിനും ഇവരുടെ കടപ്പാടിനും ഒക്കെ ഒരു വ്യത്യസ്തതകളുണ്ടായിരിക്കും. ഇവർ അധികമായി സംസാരിക്കണമെന്നില്ല. നിങ്ങളൊരു പക്ഷേ മധുരമായി ഒരുപാട് സംസാരിക്കുന്ന വ്യക്തിയായിരിക്കും. ഒരുപാട് വിശേഷങ്ങളും ഒരുപാട് കാര്യങ്ങളും പ്രാധാന്യമില്ലാത്ത കളിചിരികളും അങ്ങനെ ഓരോ കാര്യങ്ങളും നിങ്ങൾ അനാവശ്യമായിട്ടൊക്കെ ഒരുപാട് ചോദിക്കുമായിരിക്കും. പക്ഷേ ഇവർ അങ്ങനെയല്ല. ഇവർ നിങ്ങളോട് ഒരു വാക്കേ ചോദിക്കുകയുള്ളൂ. പക്ഷേ ആ വാക്കിൽ അവരുടെ സ്നേഹം ഉണ്ടായിരിക്കും. നിനക്ക് സുഖം തന്നെയാണോ, കുഴപ്പമൊന്നുമില്ലല്ലോ എന്നുള്ള ഒരു 2 വാക്കിൽ ഇവർ ആരുടെയും മനസ്സിനെ കീഴടക്കും. അമിതമായ വാക്കുകളൊന്നും ഇവർക്ക് വേണ്ട. അനാവശ്യമായ വാക്കുകളില്ല. ഇവരുടെ ഒരു നോട്ടം പോലും വളരെ റൊമാൻറ്റിക്കായിരിക്കും. ഇവരുടെ പരുക്കൻ ശൈലിയും ഇവരുടെ കുറഞ്ഞ സംഭാഷണ രീതിയും ആരെയും പരിഗണിക്കാത്തതെയും ആരെയും കൂസാതെയും മുന്നോട്ട് പോകുന്ന ഇവരുടെ സംഭാഷണ ശൈലികൾക്കപ്പുറത്തേക്ക് ഇവരുടെ ഒരു നോട്ടം പോലും വളരെ റൊമാൻറ്റിക്കായിരിക്കും. ആ ഒരു നോട്ടം ഒരു പക്ഷേ 1-2 മണിക്കൂർ തുടർച്ചയായിട്ട് നമുക്കിഷ്ടമുള്ളൊരു വിഷയം സംസാരിക്കുന്നതിനേക്കാൾ എഫക്റ്റീവായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ആരും പ്രതീക്ഷിക്കാതെ ചിലർ ഇവരെ സ്നേഹിക്കുന്നു. നമുക്ക് തന്നെ അത്ഭുതപ്പെട്ടു പോകും. ഒരുപാട് ആളുകൾ മോഹിച്ചിരുന്ന, ഇഷ്ടപ്പെട്ടിരുന്ന, എന്നെ ഒന്ന് സ്നേഹിച്ചിരുന്നെങ്കിൽ എന്ന് വിചാരിച്ച ആളുകൾ വളരെ ഈസി ആയിട്ട് ഇവരിലേക്ക് ആകർഷിക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണാം. അത് ഇവരുടെ ഒരു നന്മയാണ്. ആ നന്മയെ കണ്ടെത്താനുള്ള ഒരാളുടെ കഴിവാണ്. ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി ഇത്തരമൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഭാഗ്യവാനോ ഭാഗ്യവതിയോ ഒക്കെയാണ്. കാരണം യഥാർത്ഥ സത്യത്തെ, യഥാർത്ഥ സ്നേഹത്തെ മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും നിങ്ങൾക്ക് കഴിയുമെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിങ്ങൾക്ക് തോന്നുന്നത് പോലെ സ്നേഹം നിങ്ങളോട് അവർ കാണിച്ചില്ലെങ്കിലും നിങ്ങൾ സ്നേഹിക്കുന്നത് പോലെ അവർ നിങ്ങളെ തിരിച്ചിങ്ങോട്ട് സ്നേഹിച്ചില്ലെങ്കിലും നിങ്ങൾ വിഷമിക്കാനില്ല. കാരണം അവരുടെ സൂക്ഷ്മ സ്നേഹത്തിൻ്റെ ആഴം കാട്ടിക്കൂട്ടലുകൾക്ക് അപ്പുറത്തേക്കാണ്. നിങ്ങളെ അവർ പരിഗണിക്കുന്നുണ്ടാവും. ഹൃദയത്തിൻ്റെ ഉള്ളിൽ അവരുണ്ടാകും. നിങ്ങളെ അവരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ അവർ കാത്തു സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാവും. ഈ പാലിക്കാത്ത വാഗ്ദാനങ്ങൾ നൽകി നമ്മളെ വഞ്ചിക്കുന്നവരോ നല്ല കാലത്ത് നമ്മളോട് സംസാരിക്കുകയും നമുക്ക് സഹായ വാഗ്ദാനങ്ങൾ ചെയ്യുകയും നമ്മളിൽ നിന്ന് മൂല്യങ്ങൾ പറ്റുകയും നമ്മളിൽ നിന്ന് എല്ലാ സൗഭാഗ്യങ്ങൾ കരസ്ഥമാക്കുകയും ചെയ്തിട്ട് നമ്മളൊരു പ്രതിസന്ധിയിൽ ഉൾപ്പെടുമ്പോഴോ നമുക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോഴോ നിഷ്കരണം നൈസായിട്ട് സ്കൂട്ടാകുന്ന ആളുകൾ, നമ്മളെ കുറ്റപ്പെടുത്തുന്ന ആളുകൾ, നമ്മളെ സഹായിക്കാത്ത ആളുകൾ, അവരെ വെച്ച് നോക്കുമ്പോൾ ഈ കാട്ടിക്കൂട്ടുകളൊന്നും ഇല്ലാതെ ഏറ്റവും ആത്മാർത്ഥമായ പരുക്കൻ രീതിയിൽ നമ്മളെ സ്നേഹിക്കുന്ന ആളുകൾ തന്നെയാണ് നമുക്ക് നല്ലത്. നമുക്കൊരു അത്യാപത്ത് ഉണ്ടാകുമ്പോൾ, നമുക്കൊരു വേദന ഉണ്ടാകുമ്പോൾ, ലോകം മുഴുവനും നമ്മൾ ഒറ്റപ്പെടുത്തുമ്പോഴായിരിക്കും ഈ കൂട്ടർ നമ്മളെ സഹായിക്കാനായിട്ട് വരുന്നത്. അവരുടെ ഒരു വാക്കും ഒരു നോക്കും നമ്മുടെ അടുത്ത് നിൽക്കുന്നത് പോലും മതി നമുക്കൊരു സംരക്ഷണം ലഭിക്കാൻ. ഒരിക്കലും അവർ നമ്മുടെ മോശം കാലത്ത് നമ്മളെ കുറ്റപ്പെടുത്തുന്നവരല്ല. അതുകൊണ്ട് തന്നെ അവർ നമ്മളോട് പറയുന്ന വാക്കുകളും അതിൻ്റെ മധുരകരമായ അവസ്ഥയും അതിൻ്റെ ദൈർഘ്യവും അവർ നമ്മൾക്ക് നൽകിയ വാഗ്ദാനങ്ങളും
അതിൻ്റെ ആഴവും പരപ്പും നീളവും നോക്കി അവരെ സ്നേഹിക്കേണ്ട, അവരെ മനസ്സിലാക്കേണ്ട, അവരെ വിലയിരുത്തേണ്ട. കാരണം ഒരു നിമിഷം മതിയായിരിക്കും, ഒരു നോട്ടം മതിയായിരിക്കും, ഒരു വാക്ക് മതിയായിരിക്കും. നമ്മുടെ അടുത്ത് അവരൊന്ന് വെറുതെ വന്ന് നിന്നാൽ മതിയായിരിക്കും, നമുക്കത് സംരക്ഷണമാകും, നമുക്കത് സാന്ത്വനമാകും. അവർ നമ്മളെ അംഗീകരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യും. എല്ലാ പ്രതിസന്ധികളും വെല്ലുവിളികളും നേരിടുന്നതിന് നമുക്കൊപ്പം അവർ നിൽക്കും. അവരുടെ ഒരു വാക്ക് മതി, ഞാനുണ്ട് കൂടെ എന്നൊരൊറ്റ വാക്ക് മതി ഈ ജന്മം മുഴുവനും നമുക്ക് സമാധാനം കിട്ടാൻ. നമ്മളെ എക്കാലത്തും നമ്മുടെ ഒപ്പം നിന്നിട്ട് ഒരു പ്രധാനപ്പെട്ട ഒരു സമയത്ത് നമ്മളെ തനിച്ചാക്കി പോകുന്നവരാണ് വഞ്ചകരും വഞ്ചകികളും. അല്ലാതെ നമ്മളെ പരിഗണിക്കുന്നില്ല എന്ന് നമുക്ക് തോന്നുന്നു എന്ന് കരുതി നമ്മളെ ആത്മാർത്ഥമായി സംരക്ഷിക്കുന്ന സ്നേഹിക്കുന്ന ഒരാളെ തെറ്റിദ്ധരിക്കേണ്ട, അവരെ മനസ്സിലാക്കാതിരിക്കേണ്ട. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.